ടിക്കറ്റുമായി ഞങ്ങൾ എൻ്റർ ആവുകയാണ് ഗായ്സ്. ഉള്ളിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ളത് മത്സ്യകന്യകയാണ്. ഞങ്ങളത് കണ്ടു ഗായ്സ്. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല ഗായ്സ്. നിങ്ങൾ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻട്രി ഫീസ് 100 രൂപയുള്ളൂ. പക്ഷേ വീക്കെൻഡ് പോയി കഴിഞ്ഞാൽ പെടും, നമ്മൾ എയറിൽ പോകും. അത്രയും തിരക്കാണ്. കാരണം നമുക്ക് തറയിൽ കാല് വെക്കേ വേണ്ട, തേക്കാൻ പറ്റിയെങ്കിലേ വെക്കുന്നുള്ളൂ. അത്രയും തിരക്കാണ്. അതേപോലെ അവിടെയുള്ള മീനുകളാണെങ്കിലോ സൂപ്പർ മീനുകൾ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. അത്രയും നല്ലൊരു ഷോ തന്നെയാണ്. നമുക്ക് ഉള്ളിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു നല്ലൊരു വേറൊരു ലോകത്തേക്ക് പോയ പോലെയാണ്. അത്രയും ഭംഗിയുള്ള ഒരുപാട് മീനുകളുണ്ട്. നിങ്ങൾക്ക് കാണാം, ആസ്വദിക്കാം. പക്ഷെ വീക്കെൻഡിൽ നടക്കില്ല. വീക്കെൻഡ് ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഒരു രക്ഷയില്ല, നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു ഇത് കിട്ടില്ല. അതേപോലെ തന്നെയാണ് കടൽക്കന്നി മത്സ്യകന്യക. സൂപ്പറാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണാൻ ഒരുപാട് എക്സിബിഷൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഷോ, അതായത് മത്സ്യകന്യകയാണ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാൻ പോയിട്ടില്ല, ഞാൻ എവിടെയും കേട്ടിട്ടുമില്ല. അതുകൊണ്ടാണ് കോയമ്പത്തൂരുള്ള VOC ഗ്രൗണ്ടിൽ അവർ ഈ ഒരു ഷോ ഇട്ടപ്പോൾ ഞാനൊന്ന് പോയി കണ്ടത്. അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പോവാം, പോയി ഒന്ന് കണ്ടു നോക്കൂ. പുതിയൊരു അനുഭവം തന്നെയാണ് അത്. ഒരുപാട് മീനുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലൊരു ഫീലാണത്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് അവിടെ 3D ഷോ ഉണ്ട്, അതേപോലെ സ്നോ വേൾഡ് ഉണ്ട്. അത് എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും എൻജോയ് ചെയ്യാനും, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, അഡൾട്ട്സിനും അതേപോലെ വലിയവർക്കും മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്തുണ്ട്. കുട്ടികൾക്കാണെങ്കിലും അത് അടിപൊളിയായിരിക്കും. നിങ്ങളൊരു പ്രാവശ്യം പോയി നോക്കൂ.